ഖബർ സിയാറത്ത് എന്ന് പറയുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. ആ ഖബർ സിയാറത്തിന്റെ അദബ് നിങ്ങൾ കണ്ടോ? ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നു. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പറ്റുമോ പറ്റൂലേ? പണ്ഡിതന്മാർക്കിടയിൽ വലിയൊരു ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാര് പറഞ്ഞു സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് ഹറാമാണ്. നമ്മുടെ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് കറാഹത്താണ്. സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് കറാഹത്താണ്. ഫത്ഹുൽ മുഈൻ കാണാമല്ലോ, വയുൻദബു സിയാറത്ത് ഖുബൂരിൻ ലിറജുലിൻ, പുരുഷന്മാർക്ക് ഖബർ സിയാറത്ത് സുന്നത്താണ്. ലാ ലിയുൻസാ, സ്ത്രീകൾക്കല്ല. ഫതുക്റഹു ലഹാ, പക്ഷേ സ്ത്രീകൾക്കതാ ഖബർ സിയാറത്ത് കറാഹത്താണ്. അത് പറഞ്ഞ ഉടനെ ഫത്ഹുൽ ബിൻ പറഞ്ഞു നഅം, പക്ഷേ യുസന്നു ലഹാ സിയാറത്തു ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണ്. ഖാല ബഅദുഹും, ചില പണ്ഡിതന്മാര് പറഞ്ഞു വകദാ സായിറുൽ അംബിയായി വൽ ഉലമായി വൽ ഔലിയായി, അപ്രകാരം തന്നെ അമ്പിയാക്കള്, മഹാന്മാരായ ആലിമീങ്ങള്, മഹാന്മാരായ ഔലിയാക്കള്, അവരെ ഖബറും സ്ത്രീകൾക്ക് സിയാറത്ത് സുന്നത്താണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞു. നേരെ മറിച്ച് ഉമ്മബാപ്പമാരുടെ ഖബറ്, സാധാരണക്കാരുടെ ഖബറ്, സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ്. അതാണ് പ്രബലമായ പക്ഷം. എന്നാൽ സുഹൃത്തുക്കളെ, ചില പണ്ഡിതന്മാര് സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് സുന്നത്താണെന്ന് പറഞ്ഞവരും ചുരുക്കം ചില പണ്ഡിതന്മാരുണ്ട്. പോകട്ടെ, ജായിസാണെന്ന് പറഞ്ഞവരുമുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് എല്ലാ സ്ത്രീകൾക്കും സുന്നത്തുണ്ടല്ലോ. അതിന്റെ പുറമേ ഭാര്യയല്ലേ, മറ്റത് ഔലിയാക്കളെ നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, അത് ബാപ്പയുമല്ലേ. ആയിഷ ബീവി രണ്ട് ഖബറും സിയാറത്ത് ചെയ്യുന്നു. പിന്നീടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടെ മറവ് ചെയ്തത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറവ് ചെയ്തതിന് ശേഷം മഹാനായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തലമറക്കാതെ, അതേ മുഖം മറക്കാതെ, തലമറക്കാതെ, മുഖം മറക്കാതെ അവിടെ സിയാറത്തിന് നിന്നിട്ടില്ല. കാരണം എന്താണ്? മഹദി പറഞ്ഞു, മുമ്പൊക്കെ ഞാൻ വന്ന് സിയാറത്ത് ചെയ്യുമ്പോ ഞാൻ പറയും, ഒന്നെന്റെ ഭർത്താവല്ലേ, ഒന്നെന്റെ ബാപ്പയല്ലേ, എന്റെ മുഖം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, എന്റെ തല കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ അവിടെ മറവ് ചെയ്തതിന് ശേഷം ഞാൻ മുഖവും അതുപോലെ തലയുമൊക്കെ പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ സിയാറത്ത് ചെയ്തിട്ടില്ല. കാരണം ഉമർ ഇബ്നുൽ ഖത്താബിന് എന്നെ കാണാനും എനിക്ക് അവരെ കാണാനും പറ്റുന്ന അവസ്ഥയില്ലല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടവരുടെ മുമ്പിൽ എങ്ങനെയാണോ മനുഷ്യൻ പെരുമാറുക, അതേപോലെയാണ് വഫാത്തിനു ശേഷം സിയാറത്ത് ചെയ്യുമ്പോഴും പെരുമാറേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, സാധാരണക്കാരെ ഖബർ സിയാറത്ത് ചെയ്യൽ അവർക്ക് പാടില്ലെന്ന് തന്നെ പറഞ്ഞല്ലോ. എന്നാൽ അമ്പിയാക്കൾ ഔലിയാക്കളെ ഖബർ സിയാറത്തിന് പോകുമ്പോഴോ ഇന്ന് പോകുന്നത് പോലെ പോകാൻ പാടില്ല. ഇന്ന് പോകും പോലെ ഞാൻ പറഞ്ഞതിനർത്ഥം, ഉറൂസ് നടക്കുന്ന സ്ഥലങ്ങളില്, നേർച്ച നടക്കുന്ന മഖബറകളില് വേണ്ട. ഇന്ന് കുറെ ഔലിയാക്കളെ മഖബറ നമ്മൾ കാണുന്നുണ്ട്. വലിയ വലിയ മഹാന്മാര് തന്നെയാണ് അവര്. മമ്പർത്തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? മഹാനായ ശൈഖിന്റെ വഴിയിൽ അറിയപ്പെട്ട ആള് മഹാനല്ലെന്ന് പറയാനൊക്കുമോ? ഉമർ ഖാദി റഹിമഹുല്ലാ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? അലിയുൽ കൂഫി തങ്ങൾ മഹാനല്ലെന്ന് പറയാനൊക്കുമോ? ഉള്ളാളത്തെ മഖ്ബറയിലുള്ള മഹാനല്ലെന്ന് പറയാനൊക്കുമോ? അവരൊക്കെ വലിയ വലിയ മഹാന്മാരല്ലേ. നാഹൂറിലും അജ്മീറിലും അതുപോലെ എർവാടിയിലൊക്കെ മഹാന്മാരില്ലേ. പക്ഷേ അവിടെ അതാ സ്ത്രീകളെ തലമറക്കാതെ, മറക്കാതെ, ചിലപ്പോൾ കൂടെ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ പോലും ഇല്ലാതെ, അത് നിങ്ങൾ കൊല്ലത്ത് മഖ്ബറയിലാണെങ്കിലും ശരി, അല്ല എവിടെയാണെങ്കിലും ശരി, തലമറക്കാതെ, മറക്കാതെ, ശരീരം മറക്കാതെ, മുഖം മറക്കാതെ, അന്യപുരുഷന്മാരായ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെയും കൂട്ടി, അല്ലെങ്കിൽ അന്യപുരുഷന്മാരായ വണ്ടിക്കാരനെയും കൂട്ടി, അല്ലെങ്കിൽ അതാ കുറെ സ്ത്രീകൾ ഒന്നായിട്ടൊരു ഡ്രൈവറെയും കൂട്ടി പോകുന്ന
സിയാറത്തിന് പോക്കുണ്ടല്ലോ, അന്യപുരുഷന്മാരോട് കൂടെയുള്ള പോക്കും ശരീരം മറക്കാതെയുള്ള പോക്കും അത് ഹറാമായ പോക്കാണ് കേട്ടോ. മഖ്ബറയാണെന്ന് വിചാരിച്ച് അവിടെ പോയി ആണും പെണ്ണും തമ്മിൽ ഇടകലരുന്നതും, സുബ്ഹാനല്ലാഹ്, തലമറക്കാതെ അവിടുന്ന് ഓടിക്കളിക്കുന്നതും, തലമറക്കാതെ ഖബറിന്റെ ചുറ്റുഭാഗത്തോടുന്നതും, അതുപോലെ തന്നെ മഖ്ബറയുടെ സമീപത്ത് നിലത്ത് വീണുരുളുന്നതും, അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് കാണിക്കുന്ന മുഴുവൻ ഏർപ്പാടുകളും ചിലപ്പോൾ അതാ സിയം വലിയുള്ളാന്റെ മഖ്ബറയാണെങ്കിലും ശരി, ഇനി മമ്പർത്തങ്ങളെ മഖ്ബറയാണെങ്കിലും ശരി, അജ്മീറിലെ മഖ്ബറയാണെങ്കിലും ശരി, അവരൊക്കെ മഹാന്മാര് തന്നെ. പക്ഷെ അവരുടെ മഖ്ബറയുടെ സമീപത്ത് കാണാനും തൊടാനും പറ്റുന്ന വ്യക്തികളില്ലാതെ പോകുന്നതും, അന്യപുരുഷന്മാർക്ക് ശരീരം കാണിച്ചുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യുന്നതും ഒക്കെ ഹറാമാണ് കേട്ടോ. ആ മഖ്ബറയിൽ നിന്നുകൊണ്ട് അന്യ സ്ത്രീകളുടെ കയ്യിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ചിലരും, അതുപോലെ അന്യ സ്ത്രീകളെ തലയിലേക്ക് അതാ കൊടിയെടുത്ത് ഒഴിഞ്ഞു കൊടുക്കുന്ന ചിലരുമൊക്കെ നാണക്കേട് ചെയ്യുന്ന ചില മനുഷ്യന്മാരുണ്ട്, നാണമില്ലാത്ത ചില ആളുകളുണ്ട്. അവരൊക്കെ റബ്ബിന്റെ അടുക്കൽ കുറ്റക്കാരാണ്. നിന്റെ ഭാര്യന്റെ തലയിലും നിന്റെ ഭാര്യന്റെ മാറിടത്തിലും വേറൊരുത്തനൊരു കൊടിയെടുത്തിട്ട് ഒഴിഞ്ഞാൽ നിനക്കെങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിക്കണ്ടേ ഈ തെറ്റ് ചെയ്യുന്ന മനുഷ്യൻ? അവനെ കൊണ്ട് തെറ്റ് ചെയ്യുന്ന കമ്മിറ്റിക്കാരും അതൊക്കെ ആലോചിക്കണ്ടേ? ഇതൊക്കെ മുമ്പേ നമ്മളെ അലിമീങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്, ഖിയാമത്ത് നാൾ വരെ പറയുന്നതുമാണ്. പറയാനേ അലിമീങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളൂ. കമ്മിറ്റിക്കാരെ പിടിച്ചു കെട്ടാനോ നാടൊട്ടാകെ ഭരിക്കാനോ നമ്മളെ കയ്യിൽ അധികാരമില്ല. ആലിമീങ്ങൾ ഒരിക്കലും ഹക്ക് മൂടി വെച്ചിട്ടില്ല, മരിക്കുന്നത് വരെ മൂടി വെക്കുകയുമില്ല. ഓ സഹോദരന്മാരെ, ഇബ്നുൽ ഹാജ് തങ്ങൾ അവിടുത്തെ മദ്ഖലിൽ പറയുന്നത് എന്റെ ഉമ്മമാരൊന്ന് കേട്ടോ. അമ്മാ ഖുറൂജുഹുന്ന ഫീ ഹാദ സമാനി, ഇക്കാലഘട്ടത്തിൽ ഖബർ സിയാറത്തിന് പെണ്ണുങ്ങൾ പുറപ്പെടുന്നത് എപ്പോഴാണ്? ഇത് എഴുതി വെക്കുന്നത് ഏകദേശം 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെക്കുകയാണ്. 70 കൊല്ലം മുമ്പല്ല, ഒരു 25 കൊല്ലം കൊണ്ട് പെണ്ണുങ്ങൾ എത്ര ബടക്കായിട്ടുണ്ട്, ആണുങ്ങൾ എത്ര ബടക്കായിട്ടുണ്ട്. എന്നാൽ 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്നുൽ ഹാജ് തങ്ങൾ എഴുതുകയാണ്, വഅമ്മാ ഖുറൂജുഹുന്ന ഫീ ഹാദ സമാനി, ഇക്കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പുറപ്പെടല് ഫമആദല്ലാഹ്, പടച്ചവരോട് കാവല് ചോദിക്കുന്നു. അയ്യഖൂല അഹദും മിനൽ ഉലമാഇ, പണ്ഡിതന്മാരിൽ ആരെങ്കിലും പറയുമോ, ഔ മല്ലഹു മുറുവത്തുൻ, പണ്ഡിതനാകണമെന്നില്ല, ഒരല്പം വ്യക്തിത്വമുള്ളവൻ പറയുമോ, ഔ ഗീറത്തുൻ ഫിദ്ദീനി, അല്ലെ ദീനിന്റെ കാര്യത്തിൽ രോഷമുള്ള വല്ലവനും പറയുമോ, ബിജവാസി സാലിക, പെണ്ണുങ്ങളെ ഇന്നത്തെ ഈ പോക്ക് ജായിസാണെന്ന് പറയുമോ, ഫൈം വഖഅത്ത് ദറൂറത്തുൻ ലിൽ ഖുറൂജി, ഇനി സ്ത്രീകൾക്ക് വല്ല വിഷയത്തിലും അനിവാര്യമായി പുറപ്പെടേണ്ടി വന്നാൽ തന്നെ ഫല്യകുൻ ദാലിക അലാ മാ യുലമു ഫി ശറഇ മിന സതിരി, പരിപൂർണമായി മറച്ചുകൊണ്ടല്ലാതെ അവരൊരു സിയാറത്തിനും പോകാൻ പാടില്ല. അതേ സുഹൃത്തുക്കളെ, എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, അതേ ലാ അലാ മാ യുലമു മിൻ ആദത്തിൻ ദമീമതി ഫി ഹാദ സമാൻ, ഈ കാലഘട്ടത്തിൽ കാണുന്ന തോന്നിവാസത്തിന്റെ പോക്ക് ഒരു പണ്ഡിതനും അനുവദിക്കാൻ കഴിയൂല. വന്നുർ റഹിമനല്ലാഹ്, നീ ഒന്ന് ചിന്തിക്കടോ, അല്ലാഹ് നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇയ്യാക് ഇലാ ഹാദിഹിൽ മഫ്സദതി, ഇതിന്റെ നാശം എത്രയാണ് നീ ഒന്ന് ചിന്തിക്ക്. മഖ്ബറയിൽ പോയിട്ട് കിടന്നുറങ്ങുകയാണ് ചില സ്ത്രീകൾ, മഖ്ബറിന്റെ പരിസരത്ത് പോയി കൂടുകയാണ് ചില സ്ത്രീകൾ. അന്യപുരുഷന്മാര് ചിലപ്പോൾ മാനസിക രോഗമുള്ള സ്ത്രീകളും കൂടിയാണെങ്കിൽ ആ സ്ത്രീകളെ എന്തൊക്കെ തെറ്റിനാരൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം മാനസിക രോഗവും കൂടിയാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയാണ്, നീ ഒന്ന് നോക്കടോ, പടച്ചവൻ നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഇതെന്തൊരു നാശമാണ്. അല്ലത്തി അൽഖാഹ ശൈത്താനു ലിബഅദിഹിം, ചില ആളുകൾക്ക് ശൈത്താൻ ഇട്ടുകൊടുത്ത ചില ആശയങ്ങൾ എത്ര മോശമാണ്. ഫീ ബിനാഇ ഹാദിഹി ദുവരി ഫിൽ ഖുബൂർ, ഖബറിന്റെ സമീപത്ത് അവർക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യമെന്ന നിലക്ക് ഹാളുണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ വീടുണ്ടാക്കിയിരിക്കുകയാണ്. ഇതെത്ര വലിയ നാശമാണ് എന്ന് ഇബ്നുൽ ഹാജ് തങ്ങൾ ചോദിക്കുന്നു.